ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി കൂടപ്പുഴയിൽ വാഹനാപകടം, വ്യാപാരി മരിച്ചു. എലിഞ്ഞിപ്ര ചെർപ്പണത്ത് വീട്ടിൽ ഫ്രാൻസിസ് ആണ് മരിച്ചത്. കൂടപ്പുഴയിൽ ബുധനാഴ്ച രാവിലെ 8:40 അപകടം. സമൂഹ നന്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നതെന്നും അതാണ് വർത്തമാനകാലത്തിൽ കേരള ജനത ഇതര സംസ്ഥാനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകയെന്നും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ. ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊടുങ്ങല്ലൂർ നഗരസഭയും തൃശൂർ ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൊബൈൽ സെപ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് വാങ്ങിയത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി കൂടപ്പുഴയിൽ വാഹനാപകടം, വ്യാപാരി മരിച്ചു. എലിഞ്ഞിപ്ര ചെർപ്പണത്ത് വീട്ടിൽ ഫ്രാൻസിസ് ആണ് മരിച്ചത്. കൂടപ്പുഴയിൽ ബുധനാഴ്ച രാവിലെ 8:40 അപകടം. ബസിനെ മറികടക്കുന്നതിനിടെ ഫ്രാൻസിസിന്റെ ബൈക്ക് മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് വീണ ഫ്രാൻസിസിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മർച്ചന്റ്സ് ജൂബിലി ബിൽഡിംഗിലെ CD പ്ലാസ്റ്റിക് ഉടമയാണ് മരിച്ച ഫ്രാൻസിസ്. ബൈക്കുകൾ അപകടത്തിൽപ്പെടുന്നത് കണ്ട് എതിരെ വരികയായിരുന്ന ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചിട്ടു. സമൂഹ നന്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നതെന്നും അതാണ് വർത്തമാനകാലത്തിൽ കേരള ജനത ഇതര സംസ്ഥാനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകയെന്നും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ന് രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമായാലും ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് കഴിയുന്ന കാര്യത്തിൽ നമ്മൾ മുന്നിലാണ്. നമ്മുടെ പ്രൈമറി തലം തൊട്ടുള്ള വിദ്യാഭ്യാസത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. സമഗ്ര വിദ്യാഭ്യാസ യജ്ഞം പോലുള്ള വലിയ പദ്ധതികളുടെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ നമുക്ക് വിദ്യാലയത്തിലെത്തിക്കാനും അവർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി മാറി ലോകോത്തര വിദ്യാഭ്യാസം എന്നുള്ള നമ്മുടെ ആഗ്രഹം നിറവേറ്റപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളായി ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങളുടെ പദവി ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിൽ കുതിച്ചു വരികയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ തന്നെ A+, ഗ്രേഡിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി. സ്കൂളിന് ആവശ്യമായ സ്ഥലം അനുവദിച്ചു നൽകിയ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റി നിവാസികൾക്കുള്ള സ്കൂൾ കമ്മിറ്റിയുടെ ആദരവ് മഹൽ പ്രസിഡന്റ് നൌഷാദ് ചളിങ്ങാട്ടിനും പൊന്നാമ്പടിക്കൽ കുടുംബത്തിനുള്ള ആദരവ് കുടുംബ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുൽ സലാം പൊന്നാമ്പടിക്കലിനും മന്ത്രി കൈമാറി. കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ശില്പവും ക്യാഷ് പ്രൈസും വി അബ്ദുറഹ്മാൻ സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA നൌഷാദ്, അയൂബ്, മതിലകം ബ്ലോക്ക് മെമ്പർ മിനി ഷാജി, മതിലകം BPC AP സിജിമോൾ, പ്രധാനാധ്യാപിക VA സുൽഫത്ത്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ AG സുനിൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ജീന ജെയിംസ്, PTA പ്രസിഡന്റ് PM അബ്ദുൽ കലാം തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയും തൃശൂർ ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ശൗചാലയ മാലിന്യ സംസ്കരണത്തിനായി 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൊബൈൽ സെപ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് വാങ്ങിയത്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. കക്കൂസ് മാലിന്യം വൃത്തിയാക്കുന്നതിനും അതിൻ്റെ സെപ്റ്റേജ് മാലിന്യം ഒരു വശത്തും വെള്ളം വേറെ വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്ന തരത്തിലുള്ള FSTPയുടെ പ്രവർത്തനം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഉദ്ഘാടനം JTS സ്കൂളിൽ നടത്തപ്പെടുകയുണ്ടായി. എങ്കിൽ തന്നെയും അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. നഗരസഭയുടെ പ്രദേശങ്ങളിൽ 44 വാർഡുകളിലും 4000 ഒരു സമയപരിധിക്കുള്ളിൽ 4000 രൂപയും അത് കഴിഞ്ഞ് 5000 രൂപ ഈടാക്കുന്നതാണ്. കൂടാതെ അയൽ
അയൽ പ്രദേശങ്ങളിൽ ഒരു 7,000 രൂപയും മറ്റ് ലോഡ്ജ് മറ്റുള്ള സ്ഥലങ്ങളിൽ 27,000 രൂപയും ഹോട്ടലുകളിൽ 10,000 രൂപയും എന്ന നിരക്കിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നഗരസഭാ കൗൺസിൽ തീരുമാനിച്ച താരിഫ് പ്രകാരമാണ് വാഹനം പ്രവർത്തിക്കുക. മണിക്കൂറിൽ 6,000 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കും. അപകടകാരികളായ അണുക്കളോ മറ്റു മാലിന്യങ്ങളോ മണമോ ശുദ്ധീകരിച്ച ജലത്തിൽ ഉണ്ടാകില്ല. ശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ്, പ്ലാസ്റ്റിക് ടാങ്കുകളിലെ മാലിന്യം മാത്രമാണ് സംസ്കരിക്കുക. മുൻകൂർ ബുക്കിംഗ് അനുസരിച്ച് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കും. വീടുകൾക്ക് 4,000 രൂപയും മറ്റു സ്ഥാപനങ്ങൾക്ക് മാലിന്യത്തിന്റെ അളവനുസരിച്ചുമായിരിക്കും ഫീസ് ഈടാക്കുക. കടലിലകപ്പെട്ടൊഴുകിയ വള്ളവും തൊഴിലാളികളെയും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം ഹാർബറിലെത്തിച്ചു. മുനമ്പം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ SLV എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. എറണാകുളം സ്വദേശി സോമനാഥ പ്രഭു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വള്ളവും പള്ളിപ്പുറം സ്വദേശികളായ 39 മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ തിരമാലയിലും കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, VM ഷൈബു, റെസ്ക്യൂ ഗാർഡ്മാരായ CN പ്രശാന്ത്, TN റഫീഖ്, ബോട്ട് സ്ട്രാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ 2ാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗതകുമാരി അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ഇലക്കറി മേള നടത്തി. ഇലക്കറികളുടെ പ്രാധാന്യം, ഔഷധ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ച് ആയുർവേദ ഡോക്ടർ അനഘ ദേവരാജൻ കുട്ടികൾക്ക് ക്ലാസ് നൽകി. മേളയിൽ കുട്ടികൾക്ക് ദശപുഷ്പങ്ങൾ, പത്തിലത്തോരൻ, മരുന്നുകഞ്ഞി എന്നിവ പരിചയപ്പെടുത്തി. വിവിധതരം ഇലക്കറികൾ കുട്ടികൾ വീട്ടിൽ നിന്ന് പാകം ചെയ്തു കൊണ്ടുവന്നു പ്രദർശിപ്പിച്ചു. സീനിയർ അധ്യാപിക ജീന ജോസ്, PTA പ്രസിഡന്റ് KK യൂസഫ്, മാതൃസംഘം പ്രസിഡന്റ് വിജിത ദിലീപ്, ജിജിമോൾ എന്നിവർ പ്രസംഗിച്ചു. എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റ് ജീവദ്യുതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത, NSS കോർഡിനേറ്റർ ആരതി, അധ്യാപകൻ അനീഷ്, വിദ്യാർത്ഥി പ്രതിനിധികളായ രഹന, ആബിദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി കൂടപ്പുഴയിൽ വാഹനാപകടം, വ്യാപാരി മരിച്ചു. എലിഞ്ഞിപ്ര ചെർപ്പണത്ത് വീട്ടിൽ ഫ്രാൻസിസ് ആണ് മരിച്ചത്. കൂടപ്പുഴയിൽ ബുധനാഴ്ച രാവിലെ 8:40ഓടെയായിരുന്നു അപകടം. സമൂഹ നന്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നതെന്നും അതാണ് വർത്തമാനകാലത്തിൽ കേരള ജനത ഇതര സംസ്ഥാനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകയെന്നും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി P. അബ്ദുറഹ്മാൻ. ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊടുങ്ങല്ലൂർ നഗരസഭയും തൃശൂർ ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൊബൈൽ സെപ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് വാങ്ങിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.